കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയുടെ ദാരുണമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിൻ വെസ്റ്റ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും നീതി ലഭിക്കുക, കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർമാരും ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക. വീടില്ല വീടില്ല പോരാടും പോരാടും. ജയ് ജയ് IMA. കൊൽക്കത്ത ആർകെഗർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് IMA കൊച്ചിൻ വെസ്റ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 24 മണിക്കൂർ നീണ്ട ഒരു സമരം, അതായത് ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ നീളുന്ന ഒരു സമരം ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എമർജൻസി വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ സമരം. ഈ കുട്ടിക്ക് വേണ്ടിയുള്ള നീതി എത്രയും പെട്ടെന്ന് ലഭിക്കുക, കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റവാളികൾ അത് ആര് തന്നെയായാലും എത്ര പ്രമുഖരാണെങ്കിൽ തന്നെയും അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അവർക്ക് അർഹമായ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും കൂടുതൽ ശിക്ഷ അവർക്ക് കിട്ടുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. രണ്ടാമതായി, ഇന്നലെ ഡോക്ടർ ഈ വിദ്യാർത്ഥിനിയാണെങ്കിൽ, കൊൽക്കത്തയിലെ ഈ വിദ്യാർത്ഥിനിയാണെങ്കിൽ നാളെ ഒരു പക്ഷേ ഞാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളെ ഈ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ദേശീയ തലത്തിൽ തന്നെ നമുക്കൊരു നിയമം ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം. മൂന്നാമതായി, ഈ ആശുപത്രികളെല്ലാം ഒരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും ഞങ്ങളുടെ മൂന്നാമത്തെ ആവശ്യം. വെസ്റ്റ് കൊച്ചിയിലെ പ്രമുഖ ആശുപത്രികളായ ഗൗതം ഹോസ്പിറ്റലിലും ലക്ഷ്മി ഹോസ്പിറ്റലിലും ധർണയും പ്രതിഷേധ യോഗവും നടത്തി. IMA കൊച്ചിൻ വെസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ നിർമ്മല പ്രഭു, KGMOA സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദിലീപ് കുമാർ, ലക്ഷ്മി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജ്യോതി, IMA കൊച്ചിൻ വെസ്റ്റ് SWC മെമ്പർ ഡോക്ടർ സതീഷ് പ്രഭു എന്നിവർ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തു. ആരോഗ്യകരമായ രീതിയിൽ പ്രവർത്തിക്കാനും സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ജോലിയെടുക്കാനും ജോലി സ്ഥലത്തെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ഇന്ന് രാഷ്ട്രമെമ്പാടും പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. നാഷണൽ IMAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ധർണയ്ക്ക് ശേഷം റാലിയും നടത്തി. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർമാരായ സവിത പ്രഭാകർ, ശ്രീറാം, രാസൻ പ്രഭാകർ, അശ്വതി, സൂസൻ തോമസ് എന്നിവർ ധർണയിൽ പങ്കെടുത്തു. നഴ്സിംഗ് അസോസിയേഷൻ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളും സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരും ധർണയിൽ പങ്കെടുത്തു. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കൽക്കത്തയിൽ ഉണ്ടായത്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുമല്ല, പ്രൈവറ്റ് ആശുപത്രി, ഏത് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ആ സ്ഥലങ്ങൾ ഒരു വളരെ സേഫ് സോണായിട്ട് മാറേണ്ടതാണ്. ആ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ വളരെ സേഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകണം. അതുണ്ടാകുന്നതിനുള്ള ഒരു കാരണമായിട്ട്, ഒരു സമരമായിട്ട് മാത്രമേ ഇതിനെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും നീതി ലഭിക്കുക, കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക, ആശുപത്രികളെ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കുക, രാജ്യത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദേശീയ തലത്തിൽ നിയമം പാസാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. നമ്മുടെ കേരളത്തിലും ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ വന്ദനാദാസ്, ആള് ഡ്യൂട്ടിക്കിടയിൽ കുത്തിക്കൊലപ്പെടുത്തിയ ഒരു പാവം ഡോക്ടറാണ്. അവരുടെ നീതി എവിടെ? നമ്മളുടെ ആരോഗ്യ പ്രവർത്തകരുടെ നീതി വളരെ അത്യാവശ്യമായിരിക്കുന്ന ഈ ഒരു ഘടകത്തിൽ ഡോക്ടർമാർ മാത്രമല്ല, ഹോസ്പിറ്റലിലത്തെ എല്ലാ സ്റ്റാഫുകളും ഈ ഒരു സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ എല്ലാവരും ഈ സമരത്തിൽ പങ്കുചേരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,